തമിഴ്നാട്ടിലെ പുതുക്കോട്ടയിലുണ്ടായ വാഹനാപകടത്തിൽ 5 പേർ മരിച്ചു. ശബരിമല തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെട്ടത്. ശില്പയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. ശില്പ, എപ്പോഴാണ് അപകടം സംഭവിച്ചത്? എന്താണ് അവിടുത്തെ സാഹചര്യം? കോട്ടയിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. ഇന്നലെ പുലർച്ചയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത്. ഇതിൽ 5 പേരാണ് മരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 19ഓളം പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. അതിൽ 5 പേർ ഈ ശബരിമലയിലേക്ക് പോകാനിരുന്ന തീർത്ഥാടക സംഘത്തിലുള്ള 5 പേരാണ് മരിച്ചത്. ഈ ലോറി നിയന്ത്രണം വിട്ട് അരൂരിലേക്ക് വന്ന സിമന്റ് കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് ചായക്കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അതോടൊപ്പം തന്നെ അവിടെ ഒരു കാറും വാനും നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ഈ കാറിലും വാനിലും ഉള്ള ആളുകളാണ് മരിച്ചത്. അതോടൊപ്പം ഈ ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്ന ആളുകളും ഉണ്ടായിരുന്നു. അങ്ങനെ 5 പേരാണ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 19ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ പുതുക്കോട്ടയിലെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മൃതദേഹങ്ങളും ഈ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്ന ആ ഒരു സമയത്ത് തന്നെ അവിടെ ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ പോലീസും എത്തിയിരുന്നു. അങ്ങനെ ഈ പരിക്കേറ്റവരെ ഉൾപ്പെടെ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ മൃതദേഹങ്ങൾ ഈ പോസ്റ്റ്മോർട്ടം നടപടി ക്രമങ്ങളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. പുതുക്കോട്ടയിൽ നിന്ന് അരൂരിലേക്ക് പോവുകയായിരുന്ന ഒരു സിമന്റ് ലോറിയാണ് ഇത്തരത്തിൽ നിയന്ത്രണം വിട്ട് ചായക്കടയിലേക്ക് പാഞ്ഞു കയറിയത്. പിന്നാലെ ഈ സമീപത്തുണ്ടായിരുന്ന കാറിലും വാനിലും ലോറി ഇടിച്ചു കയറി അയ്യപ്പ ഭക്തരാണ് മരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ 19ഓളം പേർക്ക് വലിയ തോതിലുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. ഇതിൽ ചിലരുടെ പരിക്ക് ഗുരുതരമായി തുടരുന്ന സാഹചര്യവുമുണ്ട്. ഏതായാലും ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടം തമിഴ്നാട്ടിലെ പുതുക്കോട്ടയിൽ ഉണ്ടായിരിക്കുന്നത്. ശരി, ശില്പയാണ് വിവരങ്ങൾ നൽകിയത്.